ഇപ്പോഴും എൻ്റെ മനസ്സിൽ ചെറിയ കുട്ടിയാണ്, പക്ഷേ എൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ് എപ്പോഴും ചെറുപ്പം മുതലുള്ളതുകൊണ്ട് ഈ ഒരു പുതിയ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് ഒരു ടെൻഷനും ഇല്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ നീ ഭംഗിയായിട്ട് നോക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക. അഖിൽ നിനക്ക് പറ്റിയ ആളാണെന്ന് എനിക്കറിയാം. നിങ്ങൾ തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ്, രണ്ടുപേരും ഹാപ്പിയാണ്, രണ്ടുപേരും ചേർന്ന് നല്ല ചിരിയാണ്. ആ ചിരി എപ്പോഴും മായായിരിക്കും. എനിക്കിപ്പോഴും ഓർമ്മ, പണ്ട് നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കുമ്പോൾ തോറ്റപ്പോൾ മറ്റേ ബാഡ്മിൻ്റൺ എടുത്ത് എൻ്റെ പുറകെ അടിക്കാൻ വന്നതാണ്. അതേപോലെ ഒന്ന് അഖിലിനെ ചെയ്യില്ല അതെനിക്ക് തോന്നുള്ളൂ. അതേപോലെ ഏറ്റവും കൂടുതൽ മിസ്സാവുക അച്ഛനും അമ്മയ്ക്കാണ്. കാരണം ഈ എല്ലാ കാലത്തും ഞാനില്ലാത്തപ്പോഴും എപ്പോഴും ഈ വീട്ടിലുണ്ടായിരുന്നു. അതായത് എൻ്റെ ഒരു കുറവ് എന്ന് പറയുക, അതായത് എല്ലാ കാലത്തും ഈ വീട്ടിലുണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്ക് എല്ലാ കാര്യത്തിനാണെങ്കിലും. പിന്നെ അവർക്ക് ആ ഒരു വിഷമം ഉണ്ടാവും. പക്ഷേ ഇനി അത്ര ദൂരേക്കല്ലല്ലോ പോകണം. അതൊരു സന്തോഷം. Okay, ready? 1, 2, 3, go! Hello, ഞാൻ കൃഷ്ണപ്രിയ. ആര്യ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ഞാൻ അഖിലിന്റെ, അതായത് നമ്മുടെ ഗ്രൂപ്പിന്റെ അനീതിയാണ്. ഇന്നത്തെ പറയാന്ന് വെച്ചാൽ സത്യം പറഞ്ഞിട്ട് കിട്ടുന്നില്ല. പക്ഷെ ഒരു മിക്സ്ഡ് ഇമോഷൻസ് ആണ്. സത്യമായിട്ടും ഭയങ്കര കുറെ സന്തോഷവും കുറെ എക്സൈറ്റ്മെന്റും. ഞാൻ എവിടെയോ ചെറിയ ഒരു ഏട്ടൻ കല്യാണം കഴിക്കുകയാണല്ലോ എന്നുള്ളൊരു സാധനം ഉണ്ട് മനസ്സിൽ. പിന്നലെ മൊത്തം ഞാൻ ഏട്ടനോട് പറയുന്നു, കല്യാണം കഴിക്കണ്ട ഏട്ടാ, കല്യാണം കഴിക്കണ്ട, കല്യാണം കഴിച്ച എന്നെ മറന്നു പോകുന്നൊക്കെ ചെറിയ ഓരോ ഫീലിങ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം വിട്ട് കഴിഞ്ഞാൽ വളരെ എക്സൈറ്റഡ് ആണ്. പിന്നെ എനിക്ക് കൂടുതൽ സന്തോഷം എന്ന് വെച്ചാൽ ഉണ്ണിമായാണല്ലോ വരുന്നത്. അവളെനിക്ക് ഒരു ഏട്ടത്തിയമ്മ അങ്ങനെയൊന്നുമല്ല. നമ്മള് ഭയങ്കര ഫ്രണ്ട്സ് ആണ്. നമ്മളും ഞങ്ങൾ അടിച്ചു പൊളിച്ചു പോവും, അത്രേ ഉള്ളൂ.
അല്ലേ നമുക്ക്? കുറെ കാലം കുഞ്ഞിലെ മുതൽ തല്ലൂടി കുറെ ബോണ്ടിങ് ഷെയർ ചെയ്ത് നമ്മൾ ഒരാളിപ്പോ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുകയാണ്. അത് നല്ലൊരു ഭയങ്കര സന്തോഷം, കുറെ ഇമോഷണലും കുറെ എക്സൈറ്റ്മെന്റും ഉണ്ട്. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഏട്ടാ ഉണ്ണി. ഐ ലവ് യു സോ മച്ച്. నెలరాజుని ఇలరాణిని కలిపింది కదా సిరివెన్నెలా. దూరమా దూరమా చేరుమాలడి రాత్రిలో తెరలు తెరచినది నిద్దురలో మగత మరిచి ఉదయించినదా కులుకులొలుకు చెలి మొదటి కళ. తన నవ్వులలో తళుకు తళుకు తన చెంపలలో చమకు చమకు తన మువ్వలలో జనకు జనకు సరికొత్త కళ. അപ്പോ നമ്മുടെ ഗ്രൂപ്പിലെ ആദ്യത്തെ കല്യാണമാണ് നിന്റെ, പ്രത്യേകിച്ച് നിങ്ങൾ ഷുഗർ ഫ്രീ ടീമിന്റെ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഫസ്റ്റ് കല്യാണമാണ്. ഭയങ്കര സന്തോഷമുണ്ട് നിന്നെ ഈ രീതിയിൽ കാണാൻ, ഈ ഒരു മാരേജ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിലും ഒക്കെ. അപ്പൊ ഹാപ്പി ആയിരിക്കുക. പിന്നെ കൂട്ടത്തില് കൂടുതൽ മെച്യൂരിറ്റി കൂടുതലുള്ള ഒരാളാണ്. അപ്പം ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും രസമായിട്ടും അടിപൊളിയായിട്ടും കൊണ്ടുപോകുന്ന അവളായിരിക്കും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ട് മാനേജ് ചെയ്യുമെന്ന് കരുതുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാനും നീ ആദ്യമായിട്ട് കോളേജിൽ നിന്ന് കണ്ടപ്പോൾ ആദ്യമായിട്ട് കാണുന്നില്ല, ഒരുപാട് എന്താ പറയാ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. അന്ന് നല്ല രസമായിരുന്നു. ഹാപ്പി മാരീഡ് ലൈഫ്. മാസങ്ങളായിട്ട് പ്ലാൻ ചെയ്ത് വന്ന അവസാനം ആ ദിവസം എത്തി. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എങ്ങനെ കല്യാണം എങ്ങനെ ആകും എന്താവും, പക്ഷെ ഭയങ്കര എൻജോയ് ചെയ്തു. ഹാപ്പി ആയിട്ട് ജയിക്കുക. ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് మధురాల కవితలై తుది చేరని కబురుల కథ కడి కదిలెను రేపటి కథలకు మున్నుడిలా. తన నవ్వులలో తలుకు తలుకు తన చెంపలలో చమకు చమకు తన మువ్వలలో జనకు జనకు సరికొత్త కళ. മറ്റേ ഫാദ് ബാസിലേക്ക് നോളേജ് റെഡി. ఇదిలాని ఎవరైనా చూపనే లేదు కంటికి, అదెలాగో తనకైనా తోచనే లేదు మాటకి. ఇప్పుడిప్పుడే మనసైనా రేపు దొరికింది చూపుకి. సంతోషం సరసన సంకోచం మెరిసిన ఆరంటికి మించిన పరవశలీలను కాదని అనగలమా. परदेसिया है तेरे प्यार में जब से झनकार सी
है दिल के तार में तब से। परदेसिया है तेरे प्यार में जब से, झनकार सी है दिल के तार में तब से। तुम हो मेरे जानता हूँ मगर पहुँचाऊँ तुम तक ये कैसे खबर। कब से हूँ मैं उम्मीद में, है अनकहा जो सुन लो अगर। परदेसिया मिला है तू मुझे जब से, मैं कैद हूँ तेरे भी प्यार में तब से। परदेसिया है तेरी बत्तियों ने किया परेशान। परदेसिया परदेसिया है तेरी अखियों के दिल पे निशान। परदेसिया परदेसिया है तेरी बत्तियों ने किया परेशान। परदेसिया परदेसिया है तेरी अखियों के दिल पे निशान। परदेसिया परदेसिया है तेरे प्यार में जब से, झनकार सी है दिल के तार में तब से।